നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചർമ്മത്തിന് ക്രീമുകളൊന്നും ഇടാതെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചർമ്മത്തെ തിളക്കം വെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. പുറത്തു നിന്ന് വലിയ വില കൊടുത്ത് മേടിക്കുന്ന ക്രീമിനെക്കാട്ടിലും നിങ്ങളുടെ ചർമ്മം തിളക്കം വെക്കാൻ വെറും ഒരു നിസാരപ്പെട്ട ഒരു സംഭവത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം. അതായത് 10 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് തൊട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വൈറ്റനിങ് ക്രീം നിങ്ങളുടെ ചർമ്മത്തെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുകയും അതുമൂലം സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ചർമ്മത്തിന് ഇപ്പം നിറമില്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ പറയുന്ന ഈ കാര്യം ചെയ്താൽ മതി. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നൈറ്റിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു ക്രീമിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടന്റുകളും നമ്മുടെ സ്കിന്നിനാണ് ഉപകാരപ്പെടുന്നത്. ഇതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്കിൻ ടോൺ കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ക്രീമിൽ നിന്ന് സാധിക്കും. ഇപ്പം 10 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ തൊട്ട് ഈ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇനിയാണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റും. നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റ് ആവുന്നതാണ് കേട്ടോ. വെറുതെ പറയുകയല്ല, നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ചേഞ്ചസ് കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആ ക്രീം ഞാൻ ആദ്യമേ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം അത് തയ്യാറാക്കുന്നത് കാണാം നമുക്ക് കേട്ടോ. ഇതുണ്ടോ, ഒരു ജെല്ലി രീതിയിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തു നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള ക്രീമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രീം കിട്ടുന്നതാണ്. എന്തായാലും നമുക്കത് തയ്യാറാക്കാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള വൈറ്റനിങ് ക്രീമാണ്. കഞ്ഞിവെള്ളം നമ്മുടെ ചർമ്മത്തെ കോശങ്ങളിലേക്ക് ചെന്നിട്ട് നിറം കൂട്ടാനും ചർമ്മത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും ചർമ്മത്തിനെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ ചർമ്മത്തെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ടാൻ ആണെങ്കിലും പിമ്പിൾസിൻ്റെ പാടുകളാണെങ്കിലും ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നത് കൊണ്ട് തുടച്ചു മാറ്റി തിളക്കം വെക്കും. കാരണം അത്രമാത്രം റിസൾട്ടാണ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു ക്രീമിൽ നിന്ന് കിട്ടുന്നത്. സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി കൊറിയക്കാരാണെങ്കിലും ജപ്പാനീസുകാരാണെങ്കിലും ഉപയോഗിക്കുന്നതിനകത്ത് അവർ റൈസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ ഒരു വെള്ളം വെച്ചിട്ടുള്ള വൈറ്റനിങ് ക്രീം ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് വളരെ ഗുണങ്ങൾ നൽകും. ഈ ഒരു വൈറ്റനിങ് ക്രീം നിങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ നിറക്കുറവ് മാറ്റി തിളക്കം വെക്കുന്നത് കാണാൻ സാധിക്കും. ചർമ്മത്തിന് വേണ്ട ഏതൊരു കാര്യവും, അതായത് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, പിന്നെ കൂടാതെ തന്നെ വിറ്റാമിൻ A, B, C എല്ലാം അടങ്ങിയ ഒരു സംഭവമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ അരി ഊറ്റിയിട്ട് കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളം നമ്മുടെ ചർമ്മം തിളക്കം വെക്കുന്നതിന് സഹായിക്കുന്നതാണ്. എന്തായാലും ഞാൻ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട കഞ്ഞിവെള്ളം 3 ടേബിൾ സ്പൂണാണ് കഞ്ഞിവെള്ളം വേണ്ടത്. 3 ടേബിൾ സ്പൂൺ. 1, 2, അങ്ങനെ 3 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പച്ചരിയാണ് ഇവിടെ പച്ചരി ഇട്ടിട്ടാണ് ചോറ് വെക്കുന്നത്. അതിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പം സാധാരണ അരിയിട്ട് വെക്കുന്ന നാടൻ അരിയിട്ട് വെക്കുന്ന വെള്ളമാണെങ്കിലും കുത്തനരി ഇട്ടതാണെങ്കിലും അതിൻ്റെ വെള്ളം എടുത്താലും മതിയാകും. ഉപ്പിടരുത് കേട്ടോ. ഉപ്പിട്ട വെള്ളം എടുക്കാൻ പറ്റില്ല കേട്ടോ. ഉപ്പിടാത്ത വെള്ളമാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ 3 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. അലോവേറയിൽ കൂടുതലും ആൻറ്റി ഓക്സൈഡുകൾ കൂടുതൽ അടങ്ങിയേക്കുന്നതും കൂടാതെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, അയൺ എന്നിവയെല്ലാം നമ്മുടെ ഈ അലോവേറ ജെല്ലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിനും ഗുണം നൽകുന്നതാണ് അലോവേറ ജെല്ലിൽ നിന്ന്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സ് ആക്കുകയാണ്. അലോവേറ ജെല്ലും നമ്മുടെ കഞ്ഞിവെള്ളവും ചേർത്ത് നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. കണ്ടല്ലോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം റോസ് വാട്ടർ ഇല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇതെടുത്താലും മതിയാകും. അങ്ങനെ നമ്മൾ റോസ് വാട്ടർ ചേർത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കുക. ഓക്കെ, ഇതുണ്ടോ, നല്ലതുപോലെ അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അലോവേറ ജെല്ലും നമ്മുടെ കഞ്ഞിവെള്ളവും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ രീതിയിൽ തിക്കായി മാറിയിട്ടുണ്ട്. ഞാനിവിടെ റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നത്. അതാണ് നമ്മുടെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ. ഇപ്പോൾ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഇല്ല എങ്കിൽ ഇതിന് പകരം നമ്മുടെ ഈ റോസ്മേരി എസൻഷ്യൽ ഓയിലിന് പകരം നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് ഒരു 10 തുള്ളിയാണ് ചേർക്കുന്നത്. അങ്ങനെ 10 തുള്ളി റോസ്മേരി എസൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. റോസ്മേരി എസൻഷ്യൽ ഓയിൽ നമ്മുടെ ചർമ്മത്തിന് നിറം നൽകാനും ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടുന്ന പല ബ്യൂട്ടി പ്രോഡക്റ്റുകളിനകത്തും ഈ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങളെ ജീവൻ നൽകി കോശങ്ങളെ നിറം നൽകിയിട്ട് ചർമ്മം തിളക്കം നൽകാനായിട്ട് ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിലിൽ നിന്ന് സാധിക്കും. ഏതൊരു ബ്യൂട്ടി പ്രോഡക്റ്റിനകത്തും നിങ്ങൾ ബാക്ക് വശത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ കൊടുക്കാം. നമ്മുടെ അതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിൽ. അങ്ങനെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ടങ്ങ് മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടോ, തിക്കായി മാറുന്നത് നിങ്ങൾ കണ്ടോ? ഇത് ജെല്ലി രീതിയിലായിട്ട് നമ്മുടെ ഈ ഒരു സംഭവം കിട്ടും. കണ്ടോ? ഇനി ഇതിലേക്ക് നമ്മുടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ ഒലിവ് ഓയിലിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നല്ലതുപോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കുക. ഒലിവ് ഓയിലും ഒക്കെ നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ്. ഓക്കെ, അങ്ങനെ നല്ലതുപോലെ മിക്സായിട്ട് ഒരു ജെല്ലി രീതിയിലായിട്ട് നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു ക്രീമിൻ്റെ ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച്. എന്തായാലും എൻ്റെ കയ്യിൽ ടിന്നൊന്നും കാലിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലിട്ട് ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ ചർമ്മത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പുമൊക്കെ അവിടെ ചെന്നിട്ട് ചർമ്മത്തിന് പെട്ടെന്നൊരു ചേഞ്ചസ് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാത്രിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പകൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം നാച്ചുറൽ കാര്യങ്ങൾ പകൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങൾക്ക് ജീവൻ നൽകാനായിട്ട് നൈറ്റ് സമയത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കേണ്ടത്. ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഞാൻ കാണിക്കാം. ഞാനിപ്പം എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത്. കൈകളിലിടുന്ന സമയത്ത് ഇത് കണ്ടോ, ഒരു ജെല്ലി രീതിയിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഫേസിലിടുമ്പോൾ ഞാനിപ്പം എൻ്റെ കൈകളിലിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഫേസിലിടുന്ന സമയത്താണെങ്കിൽ ഫേസിൽ തേച്ച് റൗണ്ടിൽ നിസാരക്കാരനായിട്ട് കാണല് നല്ല മാറ്റം ചർമ്മത്തിന് കിട്ടുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്യണേ. കണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത്. ഉപയോഗിച്ചിട്ടുള്ള ചേഞ്ചസും കണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും നല്ലപോലെ തിളക്കം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു കാര്യം ചെയ്തിട്ട്, അതായത് ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് പറയണേ കേട്ടോ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.